ഹായ്, ബീന മാനുവൽ ഫിസിക്സ് ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം. ഒരിക്കല് ഗാന്ധിജി പറയുകയുണ്ടായി, എഴുത്തും വായനയും പഠിക്കലും മാത്രമല്ല വിദ്യാഭ്യാസം, പ്രതിസന്ധികളെ തരണം ചെയ്യലുകൂടെയാണ് എന്ന്. അപ്പൊ ഗാന്ധിജിയുടെ വാക്കുകളെ ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിനകത്തോട്ട് മോസ്റ്റ് വെൽക്കം. നമ്മള് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസസുകളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അകത്ത് വെലോസിറ്റിയുടെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും അക്സലറേഷന്റെയും ഒക്കെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു, ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ എനർജി എങ്ങനെയാണ്, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസസിൽ എനർജി എങ്ങനെയാണ് എന്ന്. അപ്പൊ നമ്മൾ ആറാമത്തെ ചാപ്റ്ററിൽ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എനർജി എന്താണ് എന്ന്, എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു ദ വർക്കാണ്. അതിനകത്ത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മുടെ മെയിൻ എനർജികള്. അപ്പൊ അതിനകത്താണ് നമ്മൾ ഹൂക്സ് ലോയുടെ കണ്ടീഷൻ പഠിച്ചത്. ആ ഹൂക്സ് ലോ അല്ലെങ്കിൽ ആ ഹൂക്സ് അല്ല, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ നമ്മൾ അവിടെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് നമ്മൾ ഇവിടെയും എടുക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, എനർജി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ടേമുകളുടെ കോമ്പിനേഷനാണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെയാണ്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും. കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് mv² ആണ്. നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളതാണ്. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് mv². ആ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ mgh ആണ് പഠിച്ചത്. എങ്കിലും വർക്ക് എനർജി പവറിന്റെ ചാപ്റ്ററിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി സ്പ്രിംഗിന്റെ കേസസിൽ, നമ്മൾ ലോഡഡ് സ്പ്രിംഗിന്റെ കേസസിൽ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് kx² ആണ്. അപ്പൊ സ്പ്രിംഗിന്റെ കേസസിൽ, ലോഡഡ് സ്പ്രിംഗിന്റെ കേസസ് ഇവിടെയും നമുക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസസിന് എക്സാമ്പിൾ ആണ്. സോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh അല്ല നമ്മൾ എടുക്കുന്നത്. ഏതാണ്? ഹാഫ് kx² ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ജനറൽ ആയിട്ട് എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിന്റെ സം ആണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അതിന്റെ രണ്ടിന്റെ ഇക്വേഷൻ ഹാഫ് mv², പൊട്ടൻഷ്യൽ എനർജി ഹാഫ് kx² ആണെന്ന് ഓർത്തിരിക്കാം. അതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള എനർജിയുടെ കൺസിഡറേഷൻ പറയുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച നമ്മുടെ ടേംസിന്റെ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് വെലോസിറ്റി എന്താണ്? വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ പറഞ്ഞു. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതിന്റെ അകത്ത് ഹാഫ് എമ്മിന് മാറ്റമില്ല. വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ആ വെലോസിറ്റിക്ക് നമ്മൾ ഇവിടെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തായിരുന്നു. ആ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ ഇക്വേഷൻ vt is equal to omega into square root of a² minus x² of t എന്നാണ്. square root of a² minus x² omega into square root of a² minus x² of t എന്നാണ്. അതിന്റെ അകത്തുനിന്ന് v ആണ് നമുക്കിത്. ഇനി v² ആകുമ്പോ എന്താണ്? omega² ഇൻറ്റു ഈ റൂട്ടിനെ നമുക്ക് എന്ത് മാറ്റാൻ പറ്റും? ഇവിടെ v എന്നുള്ളത് v² ആകും. അപ്പൊ ഇവിടെ ഒമേഗ എന്നുള്ളത് omega² ആകും. ഇവിടെ നമുക്ക് സ്ക്വയർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ റൂട്ട് നമുക്ക് മാറും. ബാക്കി a² മൈനസ് x² എന്നാണ്. രണ്ടാമത്തെ ഇക്വേഷൻ v of t is equal to a omega cos omega t എന്നാണ്. അപ്പൊ ഈ ഹാഫ് mv² അകത്ത് നമുക്ക് ഈ രണ്ട് ഏത് ഇക്വേഷൻ വേണേലും കൊടുത്തിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പൊ അത് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ. അപ്പൊ വീട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് കിട്ടി. നമുക്ക് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ എനർജിക്കകത്ത് k ഇൻറ്റു x² ഉണ്ട്. k കോൺസ്റ്റന്റ് ആണ്. x എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ x of t is equal to a sin omega t ആണ്. x of t is equal to a sin omega t എന്നുള്ളതാണ് നമ്മൾ എടുത്തത്. അപ്പൊ ആ ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇനി അപ്പം ഇത്രയുമാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ അകത്ത് ഇടയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ omega² is equal to k divided by m എന്ന് പറയുന്നുണ്ട്. അപ്പൊ k is equal to m into omega². ഈ ഇക്വേഷനകത്തുനിന്ന് k is equal to m into omega² എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. k is equal to m into omega² എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഡെറിവേഷൻ. എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള വരുന്നത്. ബേസിക് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ കൈനറ്റിക് എനർജി ആണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv² ആണ്. പൊട്ടൻഷ്യൽ എനർജി ഹാഫ് kx². mgh അല്ല എടുക്കുന്നത്, ഹാഫ് kx² ആണെന്ന് ഓർക്കുക.
പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വെലോസിറ്റിയുടെ 2 ഇക്വേഷൻ പറയുന്നു വി ടി ഓഫ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് ഓഫ് ടി ആണ്. അതിനെ വി സ്ക്വയർഡ് ആക്കുമ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് എന്ന് കിട്ടും. നെക്സ്റ്റ് രണ്ടാമത്തെ ഇക്വേഷൻ വി ടി ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ നമ്മൾ എന്തെങ്ങനെയാണ് നമ്മുടെ സിംപ്ലിഫൈഡ് ഫോം കോസ് സ്ക്വയർഡ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർഡ് തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന സിംപ്ലിഫൈഡ് ഇക്വേഷൻ ആണ് ഇത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ജനറൽ ആയിട്ട് പെട്ടെന്ന് കിട്ടിയ ഇക്വേഷൻ വി ടി ഇസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി ആണ്. ദെൻ ഡിസ്പ്ലേസ്മെന്റിന്റെ എ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി, ഇതിന്റെ ഇതും ഓർത്തിരിക്കാം. ഇനി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ആദ്യം നമ്മൾ കൊടുക്കുന്നത് എന്താ? ആദ്യത്തേത് നമ്മൾ കൈനറ്റിക് എനർജിയുടെ കേസസ് എടുക്കുന്നു. കൈനറ്റിക് എനർജിയുടെ കേസസ് എടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് എം വി സ്ക്വയർ ആകുമ്പോൾ ഹാഫ് എം ഇൻറ്റു ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. വി സ്ക്വയർ എന്നുള്ളത് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ 2 ഇക്വേഷൻ ഉണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വി ടി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ എടുക്കണം. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ടോൾ ടേമിന്റെ എന്താണ്? സ്ക്വയർ വരും. അപ്പൊ വി ടി ഇസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി ആണ്. വി സ്ക്വയർ വരുമ്പോൾ എ സ്ക്വയർഡ് ഒമേഗ സ്ക്വയർഡ് കോസ് സ്ക്വയർഡ് ഒമേഗ ടി എന്ന് എഴുതും. അപ്പൊ അത് നമ്മളിവിടെ കൊടുത്തു കഴിയുമ്പോൾ ഹാഫ് എം ഇൻറ്റു ഇതിന്റെ സ്ക്വയർ എ സ്ക്വയർഡ് ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർഡ് ഒമേഗ ടി. അപ്പൊ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ അടുപ്പിച്ചെഴുതുക. ഹാഫ് എം ഇൻറ്റു ഒമേഗ സ്ക്വയർ, എം ഇൻറ്റു ഒമേഗ സ്ക്വയർ അടുപ്പിച്ചെഴുതുക. എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർഡ് കോസ് സ്ക്വയർഡ് ഒമേഗ ടി. എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? കെ ആണ്. നമുക്ക് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ എം എന്ന് പറയുന്നത് ഇതിന്റെ അകത്തുനിന്ന് കെ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് കാണാൻ പറ്റും. കെ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു, അപ്പൊ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എവിടെ കൊടുക്കുക? ഇതിന്റെ എം ഇൻറ്റു ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് കൊടുക്കുക. ദെയർഫോർ ഹാഫ് കെ ഇൻറ്റു, ഇവിടെ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ആണ്. ദെയർഫോർ കെ ഇൻറ്റു എ സ്ക്വയർഡ് ഇൻറ്റു കോസ് സ്ക്വയർഡ് ഒമേഗ ടി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കിട്ടി. ഇപ്പൊ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൈനറ്റിക് എനർജിയുടെ സബ്സ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം കൈനറ്റിക് എനർജിയുടെ കേസസ് തീർന്നു. നെക്സ്റ്റ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി, രണ്ടാമത് പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർഡ്. ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ ഹാഫ് കെ ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? കെ വരെയുണ്ട്. പിന്നെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ഓഫ് ടി എന്താണ്? എ ഇൻറ്റു സൈൻ ഒമേഗ ടി ആണ് എക്സ് ഓഫ് ടി. അതിന്റെ സ്ക്വയർ എടുക്കുക. എക്സ് സ്ക്വയർഡ് ആണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് എ സ്ക്വയർഡ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടി എന്ന് വരും. എ സ്ക്വയർഡ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടി. ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടി. പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടി എന്ന് എഴുതുക. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി, കൈനറ്റിക് എനർജി ഇക്വേഷൻ ഇത് കിട്ടി, പൊട്ടൻഷ്യൽ ഇതുകൊണ്ട്. പക്ഷെ നമ്മളിപ്പോ ആഡ് ചെയ്തെടുക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മൾ എളുപ്പത്തിനുള്ളത് ഇതെടുക്കുകയാണ്. ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡ് കോസ് സ്ക്വയർഡ് ഒമേഗ ടി കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എ സ്ക്വയർഡ് ഇൻറ്റു സൈൻ സ്ക്വയർഡ് ഒമേഗ ടി ആണ്. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി ഇസ് ഇക്വൽ ടു ഹാഫ് എ സ്ക്വയർഡ് ഇൻറ്റു കോസ് സ്ക്വയർഡ് ഒമേഗ ടി. ഇത് നമ്മൾ എടുത്തെഴുതി. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡ് ഇൻറ്റു സൈൻ സ്ക്വയർഡ് ഒമേഗ ടി. അപ്പൊ കൈനറ്റിക് ടോട്ടൽ എനർജി ഇസ് ഇക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദെയർഫോർ ഹാഫ് കെ ഇൻറ്റു ഇതിന്റെ അകത്ത് രണ്ടിന്റെ അകത്തും ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡ് എന്നുള്ളത് എന്താണ്? നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡ് എന്ന കോമൺ ഫാക്ടറിനെ നമ്മൾ എവിടെ എടുക്കണം? വെളിയിലെടുക്കണം. ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡ് എന്ന് പറയുന്നതിനെ ആ ഒരു കോമൺ ഫാക്ടറിനെ നമ്മൾ വെളിയിലെടുക്കുക. ദെയർഫോർ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡിനെ അത് കഴിഞ്ഞിട്ട് ബാക്കിയത്തെ നമുക്ക് എങ്ങനെയുണ്ട്? കോസ് സ്ക്വയർഡ് ഒമേഗ ടി പ്ലസ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടി. കോസ് സ്ക്വയർഡ് ഒമേഗ ടി പ്ലസ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടി. ഇനി ഇവിടെ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡ് കോസ് സ്ക്വയർഡ് ഒമേഗ ടി പ്ലസ് സൈൻ സ്ക്വയർഡ് ഒമേഗ ടി. കോസ് തീറ്റ പ്ലസ് സൈൻ കോസ് സ്ക്വയർഡ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർഡ് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു റീഡിംഗ് എത്രയായിട്ട് പോകും? 1 ആയിട്ട് വരും. ദെയർഫോർ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർഡ് എന്നാണ്. ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡ്. അതാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ആണ് ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടോട്ടൽ എനർജി നമുക്ക് കൺസർവ്ഡ് ആണ്. അതായത് നമുക്ക് ഈ ഒരു ഫാക്ടറിന്റെ അകത്ത് കെ എ ഇൻറ്റു എ സ്ക്വയർഡ്, എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡിന്റെ ആ ഒരു ടൈം ആണ്. കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ടൈം ഫാക്ടർ ഇല്ല, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ എനർജി ഈസ് എ കൺസർവ്ഡ് ആണെന്ന് പറയാം. കൺസർവ്ഡ് അല്ലെങ്കിൽ ടൈമിനനുസരിച്ചിട്ട് അത് മാറത്തില്ല. എവിടെ നോക്കിയാലും അത് കൺസർവ്ഡ് ആണ്. മെക്കാനിക്കൽ എനർജി ഈസ് എ കൺസർവേഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട് ഇവിടെയും. സോ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യണം. ടോട്ടൽ എനർജി ഈസ് കൺസർവ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക്
നമുക്ക് ഇക്വേഷന്റെ അകത്ത് കൊടുത്ത് അത് ചെക്ക് ചെയ്യാം. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർഡ്. ആദ്യത്തെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർഡ്. കൈനറ്റിക് ഹാഫ് എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ്. ഇവിടെ ഒമേഗ ഇൻറ്റു ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ കൊടുത്തത് ഹാഫ് എം ഇൻറ്റു വെലോസിറ്റിയുടെ ഇക്വേഷൻ കൊടുത്ത് നമ്മൾ ഇക്വേഷൻ ഹാഫ് എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ്. ആ ഇക്വേഷനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ ആ ഇക്വേഷന്റെ അകത്ത് നമുക്കറിയാം മെയിൻ പൊസിഷന്റെ സ്ഥാനത്ത്, മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ നമ്മള് ഇവിടുന്ന് ഓസിലേറ്റീവ് സിമ്പിൾ പെൻഡിൽ ഇങ്ങനെ നമ്മൾ ഈ മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അനങ്ങാതിരിക്കുന്ന പൊസിഷനും ഇവിടെ എക്സ്ട്രീം പൊസിഷനാണ്. അപ്പൊ ഈ മെയിൻ പൊസിഷന്റെ അവിടെ നമുക്ക് എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സീറോയാണ്. അപ്പൊ ഈ ഇക്വേഷന്റെ അകത്ത് നമ്മള് എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ് ഉണ്ടായി, എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഇക്വേഷൻ എന്താകും? എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ആണ്. ദെയർഫോർ ഇവിടെ ഈ ടേം 0 ആവും. ദെയർഫോർ ഹാഫ് കെ ഇൻറ്റു എന്താകും? എ സ്ക്വയർഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സ് സ്ക്വയർഡ് 0 ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ബിറ്റം ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർഡ് എന്നാകും. ഇനി നമ്മള് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആ ഒരു മെയിൻ പൊസിഷനിൽ തന്നെ പൊട്ടൻഷ്യൽ എനർജി ചെക്ക് ചെയ്തെന്നാല് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഏതാണ്? ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. ഇപ്പൊ എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം എന്താകും? മൊത്തത്തിൽ എന്താകും? 0 ആകും. അപ്പം മെയിൻ പൊസിഷനില് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാക്സിമം വാല്യൂവും അതിന് നമുക്ക് റീഡിംഗ് ഉണ്ട്. കെ എ എസ് സ്ക്വയർഡ് എന്ന് കിട്ടി മാക്സിമം വാല്യൂവും പൊട്ടൻഷ്യൽ എനർജി എന്താകും? എക്സിന് 0 ഇട്ട് കഴിച്ച് കഴിയുമ്പോൾ 0 ആകും. എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി മിനിമവുമാണ്. അപ്പം അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൺസർവ്ഡ് ആണ് എന്ന് പറയാം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൺസർവ്ഡ് ആണ്. നെക്സ്റ്റ് ഇവിടെ രണ്ടാമത് എക്സ്ട്രീം പൊസിഷന്റെ അവിടെ നോക്കുക. എക്സ്ട്രീം പൊസിഷന്റെ അവിടെയും അങ്ങനെ തന്നെയാണ്, സിമിലർ ആയിട്ടാണ് വരുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എ. എക്സ്ട്രീം പൊസിഷന്റെ അവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. നമുക്കറിയാം മാക്സിമം ഡിസ്പ്ലേസ്മെന്റിൽ വരുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താകും? ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആകും. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞായിരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ആകും. എന്ത് കേസസില്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന്റെ കേസസില്. അപ്പൊ അങ്ങനെയുള്ള കേസസില് നമ്മൾ ഈ ഇക്വേഷന്റെ അകത്ത് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എ എന്നിട്ട് കൊടുക്കുക. അപ്പൊ എ സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർഡ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്ത് നമ്മൾ എന്താകും? ആംപ്ലിറ്റ്യൂഡ് എ ആകും. ദെയർഫോർ എ സ്ക്വയർഡ് ആവും. അപ്പൊ ഈ ഇക്വേഷൻ എന്താകും? ഇവിടെ 0 ആകും. ദെയർഫോർ നമുക്ക് എന്താകും? ഇവിടെ എക്സ്ട്രീം പൊസിഷന്റെ അവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആകും. അതേസമയം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താകും? ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർഡ് ആണ് നമ്മുടെ ഇക്വേഷൻ. ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർഡ്. ഇപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എക്സ് ഇസ് ഈക്വൽ ടു എ ആണ് മാക്സിമം എക്സ്ട്രീം പൊസിഷന്റെ അവിടെ. അപ്പൊ എന്താകും? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താകും? മാക്സിമം ആകും. അപ്പൊ ഇത് രണ്ടും മെയിൻ പൊസിഷന്റെ അവിടെ കൈനറ്റിക് എനർജി മാക്സിമവും പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0യുമാണ്. എന്ന് പറഞ്ഞാൽ മിനിമം ആണ്. അതേസമയം എക്സ്ട്രീം പൊസിഷന്റെ അവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? 0യും പൊട്ടൻഷ്യൽ എനർജി ഹൈയുമാണ്. സോ മാക്സിമം ആണ്. അപ്പൊ അത് രണ്ടും എന്താണ്? നമുക്ക് ഏത് മെയിൻ പൊസിഷന്റെ അവിടെ നോക്കിയാലും എക്സ്ട്രീം പൊസിഷന്റെ അവിടെ നോക്കിയാലും രണ്ടും ഈക്വൽ ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് രണ്ടും കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഒരുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ടോട്ടൽ എനർജി ഈസ് എ കൺസർവ്ഡ്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാല് നമ്മൾ ഹൂക്സ് ലോ ഒബേ ചെയ്യാൻ നേരത്തെ 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇതേ സെയിം ഗ്രാഫ് തന്നെ നമ്മൾ വരച്ചതാണ്. സ്പ്രിങ്ങിന്റെ കേസസിൽ ആ ഗ്രാഫ് തന്നെ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു. എന്തിന്റെ കേസസിൽ? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസസിൽ ഇതുപോലെ ഒരു ഗ്രാഫ്, അതായത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ നമ്മൾ ടോട്ടൽ എനർജിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് മെയിൻ പൊസിഷന്റെ കണ്ടീഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു ഗ്രാഫ് എന്തിനെ കാണിച്ചിരിക്കുന്നു? കൈനറ്റിക് എനർജിനെ കാണിച്ചിരിക്കുന്നു. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മെയിൻ പൊസിഷനിൽ എന്താണ്? നമ്മളിവിടെ പറഞ്ഞു മാക്സിമം ആണ്. അതേസമയം പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0യാണ്. നെക്സ്റ്റ് എക്സ്ട്രീം പൊസിഷന്റെ കേസസില് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? നേരെ ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതാണ് ഈ ഗ്രാഫിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ എനർജി എന്താണെന്ന് പറയാം? കൺസർവ്ഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട്. അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് ഓർത്തിരിക്കുക. ഈ ഗ്രാഫ് നമ്മൾ ഏതിന്റെ കേസസിലും പഠിച്ചതാണ്. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന കേസസിൽ, സ്പ്രിങ്ങിന്റെ കേസസിലുള്ള സെയിം ഗ്രാഫ് തന്നെയാണ് നമുക്ക് ഇവിടെയും വന്നിരിക്കുന്നത്.
ബാക്കി ഇവിടെ ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഓർക്കുക. ഇനി ടോട്ടൽ എനർജി അല്ലെങ്കിൽ ഒരു കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും കൂടെ ഉള്ള ഒരു ഗ്രാഫ് കാണിക്കാൻ പറഞ്ഞാൽ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഒന്ന് കൈനറ്റിക് എനർജിനെ കാണിക്കുക, ഒന്ന് പൊട്ടൻഷ്യൽ എനർജിനെ കാണിച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് കാണിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടോട്ടൽ എനർജിയുടെ കേസസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ അത് അതിന്റെ ഹാഫ് mv² ഹാഫ് kx² ആണെന്ന് ഓർത്തിരിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതിന്റെ അകത്ത് 2 ഇക്വേഷൻ ഉണ്ട്. നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന ആഡ് ചെയ്തെടുത്ത ഇക്വേഷൻ ഇതാണ്. ഹാഫ് എ ഒമേഗ കോസ് ഒമേഗ-ടിയുടെ ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് മീൻ പൊസിഷന്റെ എക്സ്ട്രീം പൊസിഷന്റെയും കേസസ് പറയുന്നതിന് വേണ്ടി ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇതാണെന്ന് ഓർക്കുക. ഇടയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ω² ഇസിക്കൽ ടു k ഡിവൈഡ് ബൈ m, therefore k ഇസിക്കൽ ടു m into ω². ബാക്കി നമ്മൾ ഓരോന്നിന്റെ അകത്തും നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നമ്മൾ ആ ഗ്രാഫ് ഒന്ന് പഠിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്തിന്റെ കേസസ്, ടോട്ടൽ എനർജിയുടെ കേസസ്. അപ്പൊ ഇപ്പൊ നമ്മൾ ടോട്ടൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, പീരിയോഡിക് മോഷൻ എന്താണ്, പീരിയോഡിക് മോഷന്റെ പ്രത്യേകത റിപ്പീറ്റഡ് ആയിട്ടുള്ള മോഷനാണ്, ഓസിലേറ്ററി മോഷൻ ടു ആൻഡ് ഫ്രോം മോഷൻ ആണ്. ഇതിന്റെ അകത്ത് ഓസിലേറ്ററി പീരിയോഡിക് മോഷന്റെയും ഓസിലേറ്ററി മോഷന്റെ അകത്ത് വരുന്നതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ടു ആൻഡ് ഫ്രോം മോഷൻ. അതിന്റെ പ്രത്യേകതകള് ഫോഴ്സസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഒത്തിരി ടേംസുകൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു. അതിനകത്തുനിന്നാണ് നമ്മൾ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. നമുക്ക് സൊല്യൂഷൻ ഡയറക്റ്റ് അങ്ങ് പഠിച്ചാൽ മതി. നെക്സ്റ്റ് അതിന്റെ ആ ഇക്വേഷൻ സൊല്യൂഷന്റെ ആ ഒരു സൊല്യൂഷൻ ഇക്വേഷൻ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ. പിന്നെ അതിന്റെ അകത്തുനിന്ന് നമ്മൾ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു. പിന്നെ ആക്സലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിന്റെ ഗ്രാഫുകൾ നോക്കുക. പിന്നെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് നമുക്ക് ഡിഫറെന്റ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. അതിന്റെയൊക്കെ കേസസ് ആണ് പ്രൊജക്ഷൻ, ഡയമീറ്റർ ഓഫ് ദി സർക്കുലർ മോഷന്റെ ഡയമീറ്റർ, പ്രൊജക്ഷൻ ഓഫ് ദി ഡയമീറ്റർ, ആ ഒരു കേസസ്. പിന്നെ നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസസ്, അതിന്റെ ടൈം പീരീഡ്, പിന്നെ സ്പ്രിങ്ങിന്റെ കേസസ് ഒക്കെ പഠിക്കുക. പിന്നെ ലാസ്റ്റ് പോർഷൻ നമ്മുടെ ഫോഴ്സ്ഡ് ഓസിലേഷൻ, ഡാംഡ് ഓസിലേഷൻ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, താങ്ക് യു.